ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള വന്യപിതാക്കന്മാരെ, സ്നേഹമുള്ള റക്ടറച്ചൻ, ഇവിടെ അധ്യാപനത്തിലും ആധ്യാത്മിക ശിക്ഷണത്തിലും നേതൃത്വം കൊടുക്കുന്ന സഹോദര വൈദികരെ, പ്രിയപ്പെട്ട ഡീക്കന്മാരെ, ഷമ്മാശന്മാരെ, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, സിനഡിന്റെ ദിവസങ്ങളിൽ ഞങ്ങള് ഒരിടത്തും പുറത്തു പോകാറില്ല. കാരണം സിനഡിന്റെ ഒരു അച്ചടക്കത്തില് അങ്ങനെയുള്ള യാത്രകള് നല്ലതല്ലെന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഇത്തവണ മംഗലപ്പുഴ സെമിനാരി പുതുക്കി പണിതത് കാണാൻ പോകാനായിട്ട് ഒരവസരം നമ്മൾ ആലോചിച്ചപ്പോൾ പിതാക്കന്മാർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് പോകണം, നമ്മുടെ മക്കളെ കാണണം, നമ്മുടെ സഹോദര വൈദികരെ അഭിനന്ദിക്കണം. ഞങ്ങള് ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം തറവാട്ട് വീട്ടില് വന്ന അനുഭവത്തിലാണ്. സിറോ മലബാർ സഭയുടെ എല്ലാ രൂപതകളുടെയും ഒരു പൊതു പരിശീലന കേന്ദ്രമാണ് നമ്മുടെ സെമിനറി. ഈ സെമിനറി നമുക്ക് കിട്ടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ലാറ്റിൻകാർക്ക് കാർമലഗിരിയും സുറിയാനിക്കാർക്ക് മംഗലപ്പുഴയും രണ്ടായി ഭാഗിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാരണവന്മാരെ വൈദിക പരിശീലനത്തിന് അവരുടെ കണ്ണുനീരും കഷ്ടപ്പാടുകൊണ്ടും വാങ്ങിച്ച സ്ഥലമാണ് ഇത്. മംഗലപ്പുഴ അവരുടെ കണ്ണുനീരും കഷ്ടപ്പാടുമാണ്. അതുകൊണ്ട് സെമിനാരി രണ്ടായിട്ട് ഭാഗിക്കുന്ന സമയത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും തർക്കവുമില്ലാതെ മംഗലപ്പുഴ സിറോ മലബാർ സഭയ്ക്ക് നൽകുകയാണ് ഉണ്ടായത്. ഞാൻ 2-3 വർഷങ്ങൾക്ക് മുൻപ് സ്പെയിനിൽ പോകാൻ ഇടയായി. ഞാനപ്പോൾ നിർബന്ധമായിട്ടും നവാറ പ്രോവിൻസിലെ OCD ഫാദേഴ്സിനെ കാണാൻ ആഗ്രഹിച്ച് ഞാൻ അവിടെ ഹൗസിൽ ചെന്നിരുന്നു. എന്നെ അറിയുന്ന ആരും തന്നെ അവിടെ ഇല്ല. പക്ഷെ ഞാൻ കേരളത്തിൽ നിന്നാണ്, ആലുവയിലെ മംഗലപ്പുഴ സെമിനാരിയുമായി ബന്ധപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വളരെ വാത്സല്യത്തോടുകൂടെ എന്നെ സ്വീകരിച്ചു. ഞാൻ നമ്മുടെ കാരണവന്മാര് വാങ്ങിച്ച ഈ സ്ഥലത്ത് ഇത്ര മനോഹരമായിട്ടുള്ളൊരു സെമിനറി പണിതുയർത്തിയ കർമ്മലീത്ത ഫാദേഴ്സിനെ, വിശുദ്ധരായ ഔറേലിയനച്ചനെയും സക്രിയാസച്ചനെയും ഒക്കെ ഇതൊക്കെ പാതാരവിന്ദങ്ങളെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് സിറോ മലബാർ സഭയ്ക്കുള്ള വലിയ കടപ്പാടും കൃതജ്ഞതയും ഞാൻ ഇന്ന് പരസ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ബ്രദേഴ്സിനോടൊക്കെ പറയാൻ ആഗ്രഹമുള്ളത്, നമ്മുടെ സഭയുടെ ഭാവി നമ്മുടെ വൈദികരിലും നമ്മുടെ വൈദിക വിദ്യാർത്ഥികളുമാണ്. വൈദികർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ കത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികരോട് വിയാനി പുണ്യാളന്റെ ഒരു കൊട്ടേഷൻ പറയുന്നുണ്ട്. എ സെൽഫിഷ് പ്രീസ്റ്റ് ഇസ് എ സെൽഫ് കോൺട്രഡിക്ഷൻ. സ്വാർത്ഥനായിട്ടുള്ള ഒരാള് വൈദികനാകാൻ വിളിക്കപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയും, പരിശീലനത്തിന് എന്തെങ്കിലും പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കണമെങ്കിൽ യു ഷാൽ ബി ഓപ്പൺ ആൻഡ് യു ഷാൽ ബി സെൽഫ്ലെസ്. ഇവിടെ നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് തിയോളജിയിലും സ്ക്രിപ്ചറിലും ഒക്കെയുള്ള ഇൻഫർമേഷനാണ്. പക്ഷെ ആ ഇൻഫർമേഷൻ
നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് മാറുന്നില്ലെങ്കിൽ ഈ പരിശീലനം കൊണ്ട് ഒരു പ്രയോജനവും ആർക്കും ഉണ്ടാകില്ല. ഞാൻ തൃശ്ശൂരിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദിലും ശംഷാബാദിലും ജോലി ചെയ്തിട്ടുണ്ട്. നമ്മുടെ അച്ഛന്മാരെ ദേഷ്യപ്പെടുമ്പോൾ, നമ്മുടെ അച്ഛന്മാരെ വഴക്ക് കൂടുമ്പോഴൊക്കെ ആളുകൾക്ക് പരാതികളുണ്ട്. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ പരാതി ഉള്ളത് ഒരച്ഛൻ സെൽഫിഷ് ആകുമ്പോഴാണ്. അച്ഛൻ്റെ കാര്യം മാത്രം നോക്കുക, അച്ഛൻ്റെ സൗകര്യങ്ങൾ മാത്രം നോക്കുക. അങ്ങനെയുള്ളൊരു അച്ഛനെ ജനങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യപ്പെടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ആകുകയും വേണം. ബട്ട് ഇഫ് യു ആർ സെൽഫിഷ്, ഐ റിക്വസ്റ്റ് യു നോട്ട് ടു സ്റ്റേ ഹിയർ. അത് നിങ്ങൾക്കുള്ള സ്ഥലമല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ എത്ര ഔദാര്യത്തോടുകൂടെ കൊടുത്തു തീർക്കുമോ? നമ്മുടെ പട്ടക്രമത്തിൽ പാടുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്, കക്ര നൽകിയ മിശിഹായി. ഈ കക്ര തിരുപ്പട്ടമാണ്. അത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരു കക്ര വാങ്ങിച്ചവൻ അത് കുഴിച്ചു മൂടി എന്ന് സുവിശേഷം പറയുന്നുണ്ട്. ഒരിക്കലും കുഴിച്ചു മൂടുന്ന കക്രായുമായിട്ട് നമ്മുടെ പൗരോഹിത്യത്തിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മുടെ പൗരോഹിത്യം എന്നും വർദ്ധിപ്പിക്കുന്ന കക്രാകളുടെ ദാനമാണ്. ഞാൻ ചിലപ്പോൾ അച്ഛന്മാര് മരിക്കുമ്പോൾ ചരമപ്രസംഗം മുമ്പ് പറയാറുണ്ട്, അച്ഛനെ ലഭിച്ചത് മുഴുവൻ അച്ഛൻ കൊടുത്തു തീർത്തപ്പോഴ് അച്ഛൻ കടന്നുപോയതാണ് മരണം. അച്ഛൻ മരിച്ചിട്ട് ബാക്കി വരുന്നതൊക്കെ അച്ഛൻ നരകത്തെ പോകാനുള്ള പാസ്പോർട്ടിലെ വീസയാണ്. കൊടുത്തു തീർത്തുകൊണ്ട് കടന്നു പോകുന്ന വൈദികരായിട്ട് തീരാൻ നമുക്ക് കഴിയട്ടെ. ഈ സെമിനാരിയിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ചാപ്പല് പണിയാൻ കാരണമായത് നമുക്കറിയാം. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അച്ഛൻ ഒരിക്കല് ഒരു ബെനഫാക്ടറുടെ കൂട്ടത്തില് ഒരു ലേഡി വന്നു. ആ പ്രിയപ്പെട്ട ബെനഫാക്ടർ അച്ഛനോട് പറഞ്ഞു, ഇത് എന്നെ സഹായിക്കുന്ന ഒരു ലേഡിയാണ്. അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഇത് ഒന്ന് ശരിപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്റെ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് വാസ് ഗിവൺ ബൈ ഹെർ. അതെന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാലേ ഇത് നഷ്ടമാകില്ലെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. ഈ കൊടുക്കുന്നത് നഷ്ടമാകില്ലെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. ഞാൻ നിർത്തുകയാണ്. നമുക്ക് കൂടുതൽ ഔദാര്യത്തോടുകൂടെ പൗരോഹിത്യത്തിന്റെ ചക്രവാളങ്ങൾ സ്വപ്നം കാണാം. എൻ്റെ ഉള്ളത് മുഴുവൻ കൊടുത്തു തീർക്കുമ്പോൾ ഞാൻ നടത്തുന്ന കടന്നുപോക്കാണ്, പാസ് ഓവറാണ് പൗരോഹിത്യം. കൊടുത്തു തീർക്കാതെ ബാക്കി വെക്കുന്നതെല്ലാം നരകത്തിലേക്കുള്ള നമ്മുടെ കരുതൽ ധനമാണ്. ഈ സെമിനറി പരിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്തിലാണ് സ്ഥാപിച്ചത്. ഇത്ര മനോഹരമാണ്. യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം ഈ സെമിനരിക്ക് തന്നത് ഒരു വൈദികന്റെ ജീവിതത്തിലെ അദ്ദേഹം പുലർത്തേണ്ട ശാന്തതയുടെയും കുലീനത്വത്തിന്റെയും ഒക്കെ അടയാളമാണ്. യൗസേപ്പ് നീതിമാനായിരുന്നു. മറിയം ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോൾ അസ്വസ്ഥനായി. മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോ യൗസേപ്പ് കീഴടങ്ങി. ഈ കീഴടങ്ങിന്റെ ശുശ്രൂഷ തുടരുന്നതാണ് പൗരോഹിത്യം. യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തു. സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തു. ആ തിടുക്കമാണ് പൗരോഹിത്യത്തിന്റെ വേഗത. പൗരോഹിത്യത്തിന്റെ വേഗത അതാണ്. തിടുക്കമുള്ള ഒരു പൗരോഹിത്യം. എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് എത്രയോ ആളുകളെ സഹായിക്കാനുണ്ട്, ഞാൻ ചെയ്തത് എന്നെ ഒരിക്കലും മടിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ഒരു പൗരോഹിത്യം അതുണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് ഇന്നത്തെ അത്താഴ വിരുന്ന് എല്ലാ പിതാക്കന്മാരും വന്നിരിക്കും നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെയാണ്.
അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിച്ച് എടുക്കുന്നില്ല. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനോട്, ടീച്ചിങ്, നോൺ ടീച്ചിങ്, ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും സിറോ മലബാർ സഭയ്ക്കുള്ള അവസാനിക്കാത്ത കടപ്പാട്, കൃതജ്ഞത ഞാൻ പിതാക്കന്മാരുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഈ കൂടി വരവനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കാരണവന്മാർ വാങ്ങിച്ച സ്ഥലത്ത് സ്പെയിനിൽ നിന്ന് വന്ന മിഷണറിമാർ പടുത്തുയർത്തിയ ഈ മനോഹരമായിട്ടുള്ള സൗധം, കർത്താവെ, ഇവിടെ പഠിക്കുന്ന ഞങ്ങളുടെ മക്കള്, ഇവരെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ഗുരുഭൂതരെ, ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഞങ്ങളുടെ ഉപകാരികള്, ഇവിടെയൊക്കെ മാതാപിതാക്കള്, കുടുംബാംഗങ്ങള്, ഇവരായിരിക്കുന്ന ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ള വൈദികരെ, ഇവർ ദൈവവിളിക്ക് പ്രോത്സാഹിപ്പിച്ചവരെല്ലാവരെയും അനുഗ്രഹിക്കണേ. കർത്താവെ, ഞങ്ങളുടെ പരിശീലനത്തെ നീ സജീവമാക്കണമേ. ഞങ്ങൾ കൊടുക്കുന്ന അറിവ് തിരിച്ചറിവായിട്ട് മാറാൻ നീ കാരണമാക്കണേ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക്